ഇത് മൂന്നാമത്തെ ജില്ലയിലെ ക്യാമ്പാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഇതൊക്കെ കൃത്യമായിട്ടുള്ളൊരു അവിടെ എടുത്ത തീരുമാനം താഴെത്തട്ടിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്, സംഘടനാപരമായ സംവിധാനമാണ്. ഭംഗിയായിട്ടും ചിട്ടയായിട്ടും നടക്കും. ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാനുള്ളൊരു കാര്യം, സർക്കാർ ഈ കെട്ടിടങ്ങൾക്കുള്ള പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള ഫീസും അപേക്ഷ അതിശക്ത മന്ത്രിയും സർക്കാരും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കനത്ത അടി തിരിച്ചു കിട്ടിയപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും ഇത് പിൻവലിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് മന്ത്രി എടുത്തത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഞങ്ങളിത് ഉന്നയിക്കുകയും അമിതമായ വർധനവാണ്. കാരണം ഫീസ് 30 രൂപ ഉണ്ടായിരുന്നത് 1000 രൂപയായിട്ട് വർദ്ധിക്കുകയാണ്. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നേരത്തെ ഈ പെർമിറ്റിനുള്ള തുക 555 രൂപ ഉണ്ടായിരുന്നത് പഞ്ചായത്തിൽ 8500 രൂപയും അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ 10500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഇത് 555 രൂപയിൽ നിന്ന് 8500, അതുപോലെ 10500. കോർപ്പറേഷനിൽ ശരിക്കും പറഞ്ഞാൽ 1000 രൂപ ഉണ്ടായിരുന്നത് 16000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു, 16 ഇരട്ടി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ പറയാണ് കേരളത്തിൽ ഇതുപോലെ ആരും ചെയ്തിട്ടില്ല എന്ന്. ഇതുപോലെ ഭീമമായ വർധനവ് ഒരാളും നടത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചതിൽ അഭിമാനിക്കുകയാണ്. കേരളത്തിൽ ഇതുവരെ ആരും ഇത്രയും കുറച്ചിട്ടില്ല എന്ന് പറയാണ്. ഇതുപോലെ ഭീമമായ വർധനവ് നടത്തിയതുകൊണ്ടാണ് കുറയ്ക്കാൻ നിർബന്ധിതമായ ജനങ്ങൾ തിരിച്ചടിക്കും ഇതുപോലെ ചെയ്താൽ. ഇപ്പോഴും പ്ലാൻ ബി എന്ന് പറഞ്ഞുകൊണ്ട് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഫീസും കൊണ്ടുവരുന്നത് ആളുകളുടെ സർവീസ് ചാർജ് മുഴുവൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പ്ലാൻ സൈസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിയമസഭ സമ്മേളിച്ച് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നമ്മൾ ഇതിനുള്ള ഡിമാൻഡ് പാസ്സാക്കി ധനവിനിയോഗത്തിനുള്ള അനുമതി കൊടുത്തു. അപ്പോൾ അതിനൊരു എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തു പോയിട്ട് നിയമസഭയെ അട്ടിമറിച്ചുകൊണ്ട്, നിയമസഭയിലെ തീരുമാനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് വീണ്ടും പ്ലാൻ സൈസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ കമ്മിറ്റി ഉണ്ടാക്കിയേക്കാണ് ഗവൺമെന്റ്. അപ്പം നിയമസഭയെ അവഹേളിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ പ്ലാൻ ബി എന്ന് പറയുന്നത്? പ്ലാൻ സൈസ് കട്ട് ചെയ്യുക. അപ്പോൾ എന്തെല്ലാം ഭാഗങ്ങളിലാണ്, എത്ര പേരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? പിന്നെ ആളുകൾക്ക് ഇപ്പം തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളുടെ മീതെ വീണ്ടും വലിയ തോതിൽ ഈ ഫീസുകൾ, സേവന ചാർജുകൾ വർദ്ധിപ്പിക്കുക, വീണ്ടും ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇനിയും ജനങ്ങളെ ദ്രോഹിച്ച് ഫീസ് വർധനവ് ഈ വിലക്കയറ്റത്തിൻ്റെയും പ്രയാസങ്ങളുടെയും കാലത്ത് ചെയ്താൽ നേരത്തെ കണ്ടതിനേക്കാൾ വലിയ ശക്തമായ സമരം നിങ്ങൾക്ക് നേരിടേണ്ടി വരും. പിന്നെ ലോക്കൽ ബോഡിക്ക് കഴിഞ്ഞ പ്രാവശ്യം 1/3 പൈസയാണ് കൊടുത്തത്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാരി ഓവറിൻ്റെ പൈസ ഇപ്പോൾ കൊടുക്കുന്നില്ല. അത് ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് എടുക്കാനാണ് പറയുന്നത്. ഇപ്പം ഈ വർഷത്തെ പദ്ധതിയും കുളമായി. ഇങ്ങനെ ഗവേണൻസ് എന്ന് പറയുന്നതൊന്നും ഇല്ലാത്ത, ഭരണം എന്നൊന്ന് പറയുന്ന ഇല്ലാത്ത, എല്ലാം തല്ലിക്കൂട്ടി ഏച്ചുണ്ടാക്കുന്ന, തല്ലിപ്പഴിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ്. കെടുകാര്യസ്ഥതയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. നിങ്ങളിത് എന്തൊരു മര്യാദകേടാണ് അതിൻ്റെ പേരിൽ നടക്കുന്ന പ്രചരണങ്ങൾ എന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ ആളുകളെ തിരിച്ചെടുക്കാത്ത സ്ഥലങ്ങളുണ്ട്, കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. എവിടെയെല്ലാം ഉണ്ട്. ഏറ്റവും അവസാനം 2018 കവളപ്പാറയിൽ നടന്ന ഉരുൾപൊട്ടലിൽ എത്ര പേരുടെ ബോഡി തിരിച്ചു കിട്ടാനുണ്ട് കേരളത്തിൽ? ഇതൊക്കെ മറന്നുപോയി. അവിടെ 10-11 പേരെ കാണാതായി, 7 പേരെ 8 പേരെ കിട്ടി. ബാക്കി നിങ്ങൾ കണ്ടില്ലേ? നോക്കിയ ലൊക്കേഷനിലൊന്നും അല്ല ഈ ലോറി പോലും കിടക്കുന്നത്, അവർ കണ്ടുപിടിച്ചില്ലേ? അതിന് അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെയും എല്ലാം ഉൾപ്പെടുത്തി ആ MLA എന്ന് പറയുന്ന ആൾ ആ സ്ഥലത്ത് നിന്നും മാറിയിട്ടില്ല ഇതുവരെ. ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ നിൽക്കുകയാണ്. എക്യുപ്മെന്റ്സ് കൊണ്ടുപോകണ്ടേ? കനത്ത മഴയല്ലേ, ഈ കുറേ പേര് മണ്ണിനടിയിലായി അല്ലേ? അവരെ രക്ഷിക്കാൻ പോകുന്ന ആളുകളെ കൂടി മണ്ണിനടിയിലാക്കണം. അപ്പോൾ വലിയ പോസിബിലിറ്റി, ലാൻഡ് സ്ലൈഡിന് വലിയ സാധ്യതകൾ കൂടി ഉണ്ടായിരുന്ന സമയത്ത് വളരെ ശ്രമകരമായ രക്ഷാപ്രവർത്തനമാണ്. ഇവിടെ നമുക്ക് കവളപ്പാറയിൽ 10 ദിവസം കഴിഞ്ഞ ആളെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇല്ലേ? ആളെ കിട്ടിയിട്ടില്ലേ? അപ്പോൾ അതൊരു പ്രോസസ്സാണ്. അതിനെ ഇങ്ങനെ ഈ വാർത്ത കൊടുത്തും നെഗറ്റീവ് സാധനങ്ങൾ പറഞ്ഞും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ഒരു കർണാടകത്തിന് എതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ അർജുൻ്റെ ഇതുകൂടി കണ്ടെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു, പറയാതെ വിടാൻ പറ്റില്ല. ഇതെല്ലാം ഈ കേരളത്തിൽ സംഭവിച്ചതാണ്. നിരവധി ആളുകളാണ് കേരളത്തിൽ തിരിച്ചു കിട്ടാനുള്ളത്. അതൊക്കെ മറന്നുപോയി. അതായത് ഗവൺമെന്റ് അതിൻ്റെ അകത്ത് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പം മിലിറ്ററി കൂടി വന്ന് ചെയ്യുമല്ലേ, എന്നിട്ട് മിലിറ്ററി വന്നിട്ട് ചെയ്യാൻ പറ്റുമോ? അത് അവിടുത്തെ സാഹചര്യം അതാണ്. നമ്മൾ ഈ കവളപ്പാറയിൽ ഫയർഫോഴ്സിന് പോലും ഉച്ചകഴിഞ്ഞിട്ട് എത്താൻ പറ്റി.
അവിടെ അടുക്കാൻ പറ്റില്ല. കാരണം ഉരുൾപൊട്ടി ഉണ്ടാകുന്ന മണ്ണും കല്ലും എന്ന് പറയുന്നത് കാണാത്തവരാണ് ഈ സംസാരിക്കുന്നത്. നമ്മളെല്ലാം കണ്ടിട്ടുള്ള ആളുകളാണ്, ദുരന്തമുഖങ്ങളിൽ പോയിട്ടുള്ള ആളുകളാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കാൻ പറ്റില്ലേ, മനസ്സിലായില്ലേ? അത്ര എളുപ്പമുള്ള സംഭവമല്ല. അപ്പോൾ അത് ചെയ്യട്ടെ, അവരത് ഭംഗിയാക്കി പൂർത്തിയാക്കിയിട്ട് അവർക്ക് ചെയ്യുന്ന രക്ഷാപ്രവർത്തകർക്ക് നമ്മളെല്ലാം പിന്തുണയും കൊടുക്കാം. നമ്മൾ ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, നമ്മൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചല്ലേ, അവരാ ചെയ്യുന്ന വർക്ക് കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അത് വേറൊരു സ്ഥലത്ത് നിന്നാണ് ആ ബോഡി കിട്ടിയത്. എങ്കിലും അവർ ചെയ്ത പ്രവർത്തനം അങ്ങനെയല്ലേ വേണ്ട. അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയാണ്, കുറേ മനുഷ്യർ ജീവൻ അപകടത്തിലാക്കി ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മറക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും.